റോഷൻ അര കുറച്ച് കൂടിയുണ്ടെന്ന് കറുപ്പിക്കേണ്ടി വരും തോന്നുന്നു. ആ നീയാ ഡയലോഗ് പിടിച്ചാടാ. നന്നായിട്ടൊക്കെ ചെയ്യട്ടാ. ആ പിന്നെ എടാ ഞാനും ബാബുരാജും പിന്നെ ബാലുവും കൂടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് വേഷം തന്നിരിക്കുന്നത്. അനൂപിനെ ഞാൻ അകത്തൊക്കെ തിരക്കായിരുന്നു. ഞാൻ ആ പ്രവീണായിട്ട് കോസ്റ്റ്യൂം അശോകൻ ഇവിടെ വർക്കുണ്ടോ? ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി വന്നതാ. അശോകന്റെ പടം ചെയ്യുന്ന കേട്ട്. ഇല്ല, അതൊരു മാസം കഴിയും. അത് ഈ പിള്ളേരെയൊക്കെ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അശോക് ഇത് വിഷ്ണു ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഹലോ ജീൻ. ഒന്നുമില്ലടാ, പയ്യനില്ലേ നമ്മുടെ അരുണിന്റെ വേഷം ചെയ്യുന്നത് വിഷ്ണു. അവരിതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ട അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ നീ മനസ്സിൽ വെക്കണ്ട. പോട്ടെ ചേട്ടാ. അല്ല ശോക പറഞ്ഞു വന്നപ്പോ അവൻ പറയുന്നത് പകുതി ശരിയാ. പകുതിയല്ല, അവൻ പറയുന്നതാ ശരി. അത് ശരി. ഞാൻ എന്തോ വിശ്വസിച്ച ബെസ്റ്റ് ആള്. റോഷ, നമുക്ക് പണിയെടുക്കാം. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ചെയ്താരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം. മനോട്ടാ, എന്റെ ഫോൺ ഒന്ന് കട്ട് ചെയ്യൂ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ. ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്ത പഴയ ആളാണ്. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാണ്. വെറുതെ എണ്ണം കേട്ടോ സംസാരിക്കാണ്ട് അവനെ വിളിക്കാ. ഓനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ല, ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള സംസാരം മതി. ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം. മനോട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. എടുക്കടാ, എടുക്ക്. എടുത്തോ. ഉസ്മാനെ, എടാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സെക്യൂരിറ്റിക്കാരൻ കയറ്റി വിടില്ല. ഇതാ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിന്റെ നേരെ മുന്നിലുണ്ട്. ഞാനും വില്ലൂട്ടനും അമ്മയും മുത്തച്ഛനും എല്ലാരും ഉണ്ട്. മനോട്ടാ, എന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരവിടെ ഗേറ്റില്. ഹലോ മോനെ, സെക്യൂരിറ്റി കൊടുക്ക്. സെക്യൂരിറ്റി ഹലോ, അവരൊന്ന് അകത്തേക്ക് എടുത്തു വിട്ടേക്ക്. അത് ശരി. വീട്ടുകാർ മാത്രം അകത്തേക്ക് കയറിപ്പോ. എന്താ രാവണന്റെ കൊട്ടാരോ? ആ വിഷ്ണു ആണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. രാവണനായിട്ട് ബാബുരാജ്. അപ്പൊ നിനക്ക് ഹനുമാനാവാം. ആവൂ, നിങ്ങൾ ഞാൻ എന്റെ വാലാക്കും. ആ വാലിന് തീ കൊടുത്ത് ഈ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് ഞാൻ കത്തിക്കും. എന്റെ അടുത്ത് ബ്ലാക്ക് ഒന്നുമില്ലേ, അതുകൊണ്ട് 500 നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സിദ്ദിഖ് ലാൽ സാറല്ലേ? അല്ല, ഞാൻ ലാല. അപ്പൊ മറ്റേ സിദ്ദിഖ് ലാൽ സാറ്? അത് വേറെ.
പുലിമുരുക്കല്ലേ ലാലേട്ടൻ ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു പക്ഷെ നിങ്ങളങ്ങോട്ട് ശരിയായില്ല. ലാലേട്ടൻ പുലിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഗ്ലാമറും താടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി വളരാണ്ട്. എന്ത് താടിയാ? അല്ല, അഭിനയം വിഷയാക്കണ്ട, ശരിയായിക്കോളും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ, വിഷമിക്കണ്ട. അല്ലോ ഭാവനല്ലത്. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരെ ഞാൻ പറയാണ്ട്. അല്ലോ എന്താ ഇപ്പൊ ഞാൻ കാണുന്നത്? എന്നെ മനസ്സിലായി, ഞാൻ ഉസ്മാൻ. സിനിമ കാണുന്ന മാതിരി തന്നെയാണല്ലോ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറേന്റെ പരിപാടിയാ ഗ്ലാമർ എന്ന്. ശരിക്കും മൊഞ്ചത്ത് തന്നെയാ. ആ പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചേ, മുള്ളങ്കിൽ വിലായത് ഒരു ആട്ടുംകുട്ടി തന്നില്ല നര സിനിമയിൽ. അത് പറ്റി? അത് പറ്റൂ. 4 കുട്ടികൾ. ആണോ? മുട്ടനാടിന്റെ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാ? അല്ല, ഇങ്ങനെ വെറുതെ കിട്ടിയല്ലേ. ഇതാര്? സാർ, എന്താണ് ഇത്? മുത്തച്ഛൻ, അമ്മ, പെങ്ങള്. ആരുടെ? വിഷ്ണുവിന്റെ. നമ്മുടെ അത് തന്നെ. മുത്തച്ഛനെ കയറി ഞങ്ങൾ എല്ലാരും കൊണ്ട് വന്നതാ. അല്ല, നമ്മുടെ വല്ലതും പോയോ? താഴേക്ക് നോക്കുന്നുണ്ട്. പ്രായമായ ആളല്ലേ, കാറ്റ് പോയി നോക്കിയിരിക്കൂ. കാട്ടു പോണ നിന്റെ അച്ഛൻ തോർപ്പൻ ശങ്കുണ്ണിയുടെ. അത് കഴിഞ്ഞിട്ടാവാ എന്റെ. ചെറിയൊരു തരാറില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കുഴപ്പമില്ല, പോകുന്നു. പടമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നിങ്ങള് അകത്തേക്കല്ലേ? വിഷ്ണു അകത്തുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കണ്ടു വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്നിരിക്കാം. ഓ, ആയിക്കോട്ടെ. മുത്തശ്ശാ, ഈടാ വിഷ്ണു ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞറിയോ? അടിപൊളി ഗ്ലാമർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വേണ്ട ഹെയർ സ്റ്റൈൽ. വിഷ്ണു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു കൊടുക്കണ. ആരായാലും അങ്ങോട്ട് മാറി. അയ്യോ, അടിപൊളി. മുത്തശ്ശൻ വിഷ്ണുവിന്റെ അറിയില്ലേ, വലിയ തറവാടിയാ. അത് കോളാമ്പല്ല മനുഷ്യ. പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ വലിയ തറവാടി എന്ന് പറഞ്ഞില്ലേ. ആരാടാ ഇനിയൊന്നും മിണ്ടാണ്ടിക്കണം. മേക്കപ്പ് എടുക്കട്ടെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവനെ ഞങ്ങളുടെ വീട്ടിൽ ഏക പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താ ചെയ്യ? അമ്മ പേടിക്കണ്ടെന്ന്. ഞാൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ തല വെട്ടിപ്പോവോ? അല്ല, തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞ. നമുക്ക് ആ ക്രീപ്പിനെ ചെയറിലിട്ടിട്ട് കൈസും സുരേഷേട്ടനെ കൂടി ഇങ്ങനെ താഴെ. അപ്പൊ അമിത് ബജാറിലെല്ലാം ഇടിച്ചു പൊളിച്ച് അതോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകും. പിന്നെ ഈ ടീം കൂടി വരാ. അത് അരുണല്ലേ? അവൻ വരില്ലെന്നല്ലേ പറഞ്ഞു. എന്റെ അമ്മ വിഷ്ണുനോട് എന്തോ പറയും. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് മച്ചാനെ. സർപ്രൈസ് എൻട്രി ഇല്ലേ? പിന്നെ കലക്കി. അവിടെ കൊട്ട ഡാർക്ക് സീനാണ്. ഞാൻ മച്ചാന്റെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കൂലെന്ന് നന്നായി. വിത്ത് മേക്കപ്പ് ആണ്ടാ. സീൻ എവിടെ? സീൻ നിതിനെ സീൻ എടുത്ത് കൊടുക്കും. ചേട്ടാ വിഷ്ണുവോടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ല, അവനോടൊപ്പം പറയും. അതിപ്പോ അവന് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കൊടുക്കാൻ? ഇല്ലേ, അരുൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒന്നല്ല, ഹാപ്പി ആയില്ലേ? സന്തോഷായി. അതെ, മേക്കപ്പ് ഒക്കെ അല്ലേ? അടിപൊളി. നമുക്ക് നോക്കാം. കോസ്റ്റ്യൂമർ പ്രവീണല്ലേ? മെനക്കേടായി. ഞങ്ങളോട് എന്താ പറയാ? പപ്പയായിട്ട് വരുത്തി വെച്ചാലേ ഡീൽ ചെയ്യും.